ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നോക്കുന്ന ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിലർക്കിൻ്റെ എപ്പിസോഡ് 48 ആണ്. മുന്നത്തെ വീഡിയോയും കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ടില്ല. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. അവനെ ഞാൻ കാണുന്ന നേരം അവൻ വെറും ഒരു സാധാരണക്കാരനായിരുന്നു. ശക്തിയില്ലായിരുന്നു, അവനൊരു വിൽ പവർ ഇല്ലായിരുന്നു, അവനൊരു പവർ ഇല്ലായിരുന്നു. പക്ഷേ അവൻ തന്ന മുറിവ് ഇത്രയും കാലം സൂര്യനെ പോലെ തന്നെ എൻ്റെ ശരീരത്തെ ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരുന്നു. അവനിനി എന്ത് ആക്രമണമാണ് ചെയ്യാൻ പോകുന്നതെന്ന് ദൈവത്തിന് പോലും അറിയത്തില്ലായിരുന്നു. ഞാൻ ഈ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ശരിക്കും പറയുകയാണ്, ഞാനല്ല മോൺസ്റ്റർ, അവനാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ളൊരു മോൺസ്റ്റർ. ഇതിനിടയ്ക്ക് നമ്മുടെ ടാഞ്ചറോനെ കാണിക്കുന്നുണ്ട്. ടാഞ്ചറോ അവൻ്റെ മനസ്സിൽ കരുതുന്നുണ്ട്, ശരിയാണ്, മൂസൻ ഒരുപാട് വീക്കായി കഴിഞ്ഞു. ഞാൻ എൻ്റെ 12 ഫോംസും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ 13ാമത്തെ ഫോം അൺലോക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഉറപ്പായിട്ടും അവൻ്റെ ഓരോരോ ഭാഗത്തെ ഇല്ലാതാക്കാൻ പറ്റും. എനിക്ക് അവനെ എങ്ങനെയെങ്കിലും കൊല്ലണം, എന്നാൽ മാത്രമേ സമാധാനം കിട്ടൂ. അവൻ വീക്കാവും തോറും എനിക്ക് എൻ്റെ ഓരോരോ ഫോംസിനെ അൺലോക്ക് ചെയ്തേ പറ്റൂ. ഞാൻ അവനെ ഉറപ്പായിട്ടും കൊല്ലും. ഞാൻ ഈ ഫൈറ്റിൽ മരിക്കുകയാണെങ്കിൽ ഞാൻ അവനെ കൊന്നിട്ടേ ചാകത്തുള്ളൂ. നമ്മുടെ ടാഞ്ചർ നമ്മുടെ മൂസാൻ്റെ ബോഡിയിലേക്ക് നോക്കുന്ന നേരത്ത് അവൻ്റെ ബോഡിയിലുള്ള ഓരോരോ മുറിവുകൾ ഓരോ സൈഡിലേക്ക് ഷിഫ്റ്റ് ആകുന്നുണ്ട്. കാരണം യുറേജ് വെട്ടിയ ഓരോരോ മുറിവും അവൻ്റെ ഓരോരോ അവയവങ്ങളാണ്. എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവൻ്റെ എല്ലാ വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞ ടാഞ്ചറോ വീണ്ടും അവൻ്റെ സോഡ് എടുത്തിട്ട് വെട്ടാൻ പോകുന്നുണ്ട്. അപ്പം തന്നെ ആ ക്രോ വന്ന് പറയുന്നുണ്ട്, ഇനി 40 മിനിറ്റും കൂടെ മാത്രമേ ഉള്ളൂ നേരം വിളിക്കാനെന്ന്. ഇത് കേട്ടതും ഇത് നമ്മുടെ മൂസാനും കേൾക്കുന്നുണ്ട്. മൂസാൻ അപ്പം തന്നെ അവിടുന്ന് ജീവനും കൊണ്ട് ഓടുന്നുണ്ട്. അത് കണ്ട നമ്മുടെ ടാഞ്ചറോ നോക്കുന്നുണ്ട് ഇവൻ എങ്ങോട്ടോ ഓടി പോകുന്നത്. അതായത് നമ്മുടെ മൂസാനെ മനസ്സിലാക്കിയിട്ടുണ്ട് അവൻ തോൽക്കാൻ പോവുകയാണെന്ന്. ഇത് കണ്ട നമ്മുടെ ടാഞ്ചറോ നേരെ നമ്മുടെ ഒബനായിനോട് കാര്യം പറയുന്നുണ്ട്. ഒബനായി പറയുന്നുണ്ട്, ഇപ്പം വലിയ സാമുറായി ഒന്നുമല്ല നമ്മളോട് ഫൈറ്റ് ചെയ്ത് മരിക്കാനൊക്കെ. ഇവർ സാധാരണ ഒരു ജീവി മാത്രമാണ്. അവനൊരു വൃത്തികെട്ട ഡീമനാണ്. അതുകൊണ്ട് തന്നെ അവൻ പേടിച്ചുകൊണ്ട് ഓടും. നമ്മളെ ഭയന്നുകൊണ്ട് അവൻ ഓടി ഒളിക്കും എന്ന് നമ്മുടെ ഒബനായി പറയുന്നുണ്ട്. ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, അവന് കുറെ കാലം ജീവിച്ചിരിക്കണം, എന്നിട്ട് എല്ലാവരെയും കൊന്നുകളയണം. അത് മാത്രമാണ് അവൻ്റെ ആഗ്രഹം. ഇത് കണ്ടത് നമ്മുടെ മൂസാൻ അവിടുന്ന് ഓടുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മൂസാൻ വളരെ സ്പീഡിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടാഞ്ചറോയ്ക്ക് അവനെ പിടിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും വലിയ മരണോട്ടാണ് നമ്മുടെ മൂസാൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടാഞ്ചറോയ്ക്ക് പോലും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. മൂസാൻ അങ്ങനെ ഓടി പോകുന്നുണ്ട്. അപ്പം തന്നെ ഈ മൂസാൻ പോകുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ഡീമൺ സ്ലേയേഴ്സ് മനുഷ്യരൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ബോഡി ചവിട്ടിയിട്ടാണ് ഇവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടാൽ നമ്മുടെ ടാഞ്ചറൊക്കെ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഒരുപാട് ഡീമൺ സ്ലേയേഴ്സിൻ്റെ ബോഡി, ആ മരിച്ചു കിടക്കുന്ന പാവങ്ങളുടെ ബോഡി ചവിട്ടിയിട്ടാണ് ഇവൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടാൽ നമ്മുടെ ടാഞ്ചറോ ദേഷ്യം പിടിക്കുന്നുണ്ട്. ടാഞ്ചറോ അപ്പം തന്നെ അവൻ്റെ ഒരുപാട് സോഡ് എടുക്കുന്നുണ്ട്. സോഡ് എടുത്തിട്ട് ആ മരിച്ച ഡീമൺ സ്ലേയേഴ്സിൽ അവരുടെ സോഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ സോഡൊക്കെ എടുത്ത് നമ്മുടെ ടാഞ്ചറോ ഒരുപാട് ദൂരത്തേക്ക് എറിയുന്നുണ്ട്. അതായത് മൂസാൻ്റെ ദേഹത്ത് തറച്ച് കയറുന്നുണ്ട്. അതൊക്കെ നമ്മുടെ മൂസൻ തട്ടി തെറിപ്പിക്കുന്നുണ്ട്. പക്ഷേ ടാഞ്ചറോ അതിന് വിട്ടുകൊടുക്കുന്നില്ല. വീണ്ടും ഓരോ സോഡ് എടുത്തിട്ട് നമ്മുടെ മൂസാനെ നേരെ എറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ടാഞ്ചറോ. ഇത് കാണുന്ന നമ്മുടെ മൂസാൻ പറയുന്നുണ്ട്, ഇവർക്കൊന്നും നിർത്തിക്കൂടെ, ഇവർ എത്ര നേരമാണ് ഈ ഫൈറ്റ് ചെയ്യുന്നത്? പോരാത്തതിന് ഒരു സോഡ് എൻ്റെ ശരീരത്തിൽ കുത്തി കയറുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ആപത്ത്. ഇത് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഒബനായി അവൻ്റെ ബോഡിയിലൂടെ ഒരു വലിയ സോഡ് കുത്തി ഇറക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മുടെ ടാഞ്ചറോ അവൻ്റെ ഫയർ ബ്രീത്തിങ് യൂസ് ചെയ്തിട്ട് മൂസാൻ അറ്റാക്ക് ചെയ്യും. അപ്പം തന്നെ നമ്മുടെ ടാഞ്ചറോ നമ്മുടെ യൂഷിറോൻ്റെ ആ പേപ്പർ ഒബനയ്ക്ക് കൊടുക്കാൻ പോകുന്നുണ്ട്. ഇത് കൊടുക്കുന്ന നേരത്തെ തന്നെ ഇടയിൽ കൂടെ നമ്മുടെ മൂസാൻ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും 2 സ്ഥലത്തേക്ക് തെറിച്ചു പോകുന്നുണ്ട്. അതായത് വലിയൊരു അറ്റാക്ക് തന്നെ നമ്മുടെ മൂസാനെ ഇവർക്ക് 2 പേർക്കും കൊടുക്കുന്നുണ്ട്. ആ ഒരു അടിയുടെ ഇമ്പാക്റ്റിൽ നമ്മുടെ ടാഞ്ചറോന്റെ കയ്യിലുള്ള ആ പേപ്പറൊക്കെ പറന്നു പോകുന്നുണ്ട്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ടാഞ്ചറോ പറയുന്നുണ്ട്, 3 സ്റ്റെപ്പ് റൈറ്റിലേക്ക് വെച്ചാൽ നമുക്ക് ഉറപ്പായിട്ട് അവനെ കിട്ടും എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ ഒബനായി അതേപോലെ തന്നെ 3 സ്റ്റെപ്പ് റൈറ്റിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ തന്നെ മൂസൻ ഒബനായിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ടാഞ്ചറോ അവൻ്റെ ഫയർ ബ്രീത്തിങ് യൂസ് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടൈമിലില്ലേ നമ്മുടെ ഒബനായി അവിടുന്ന് ചാടുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഒബനായിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായ ആ പേപ്പറില്ലേ, അത് അവൻ്റെ കഴുത്തിലുള്ള ആ വൈറ്റ് സ്നേക്ക് കടിച്ചു പിടിച്ചിട്ട് നമ്മുടെ ഒബനായിക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കിട്ടി നമ്മുടെ ഒബനായി ടാഞ്ചറോയ്ക്ക് താങ്ക് യു പറഞ്ഞിട്ട് അപ്പം തന്നെ അവൻ്റെ സർപ്പൻ ബ്രീത്തിങ് യൂസ് ചെയ്തിട്ട് മൂസാനെ ചറപറ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ ഒരു മനുഷ്യന് കാണാൻ പറ്റുന്നത് പോലെയല്ല എനിക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം, ഞാൻ എൻ്റെ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്തിട്ട് നിന്നോട് ഫൈറ്റ് ചെയ്യും. അപ്പം തന്നെ നമ്മുടെ ടാഞ്ചറോയും മൂസാനെതിരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ 2 പേരുണ്ട്, നമുക്ക് 2 പേർക്കും കൂടെ അവനെ ഈസിയായി തന്നെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമെന്നും പറയുന്നുണ്ട്. അപ്പം തന്നെ നമ്മുടെ മൂസാൻ പറയുന്നുണ്ട്, ഇവർക്കിത് എന്തിൻ്റെ കേടാണ്, ഇനി കുറച്ചും കൂടെ കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാമിന ലിമിറ്റിലെത്തും. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്ക് പോലും അറിയത്തില്ല. അപ്പോൾ തന്നെ അവിടെ വലിയ ഫൈറ്റ് നടക്കാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഫൈറ്റ് നടക്കുന്ന സിറ്റിയില്ലേ, അവിടുന്ന് കുറച്ച് മാറി വേറൊരു സ്ഥലം കാണിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ നെസുക്കോ ഉണ്ട്. അവളുടെ ഒരു കണ്ണ് മാത്രം ഇപ്പോൾ ഒരു ഹ്യൂമനെ പോലെ ആയിരിക്കുന്നത്. അവൾ ആ കണ്ണ് വെച്ച് കരയുന്നുണ്ട്. അതോടുകൂടി ഈ ചാപ്റ്റർ ഇവിടെ എൻഡ് ആവുകയാണ്.